വാഴ 2 മൂവി നല്ല വൈബോട് കൂടി തന്നെ കാണണമെങ്കിൽ ഒരു സാധാരണ തിയേറ്റർ പോകണം എന്ന് വിചാരിച്ചിട്ട് ബാംഗ്ലൂരിലുള്ള ഒരു സാധാരണ തിയേറ്ററൊക്കെ തപ്പി പിടിച്ച് നമ്മൾ അവിടെ ചെന്നപ്പോഴോ ബൈ വാഴ ടീം ഇങ്ങനത്തെ തിയേറ്റേഴ്സിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ വൈബ് മുഖ്യമായോണ്ട് വീണ്ടും അടുത്ത ദിവസം അതേ കാശും എടുത്ത് വേറൊരു സാധാരണ തിയേറ്ററിൽ പോയി. ദിസ് ടൈം ഇറ്റ് വാസ് പോളി എക്സ്പീരിയൻസസ് വിത്ത് ദ സെയിം എമൗണ്ട് ഓഫ് മണി. അതുപോലെ പഠിക്കുന്ന കാലഘട്ടത്തിൽ മനു സാറിനെ പോലെ ഒരു ടീച്ചറും സേവ്യർ സാറിനെ പോലെ ഒരു വഴികാട്ടിയും അശ്നയുടെ വാപ്പ ചേർത്ത് പിടിച്ച പോലത്തെ ഒരു പേരന്റും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പലരുടെയും ചൈൽഡ്ഹുഡ് ഇത്ര ട്രോമാറ്റിക് ആവില്ലായിരുന്നു. പല ജീവിതങ്ങളും ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നേനെ. പിന്നെ ഈ മൂവി കണ്ട് കരഞ്ഞിറങ്ങിയവരിൽ 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ആദ്യത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ മൂവി കണ്ട് ഹൈലി റിലേറ്റബിൾ ആയിട്ട് സിനിമ കണ്ടിറങ്ങിയ പാടെ തന്നെ തൻ്റെ സിബ്ലിങ്സിനെയൊക്കെ വിളിച്ച് ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ഒന്ന് പുതുക്കി ഒന്നുകൂടെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്കിതൊന്നും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, മേ ബി സിംഗിൾ ചൈൽഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ബോണ്ടിങ് ഒന്നും ഇല്ലായിരുന്നിട്ടുണ്ടായിരിക്കും, അങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നിട്ടുണ്ടായിരിക്കാം അവർ കരഞ്ഞിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസും എല്ലാം നല്ലവണ്ണം ഉണ്ടായി, നല്ല ബോണ്ടിങ് ഒക്കെ ഉണ്ടായിട്ട് പക്ഷേ ഇനി ഒരിക്കലും ആ ഒരു ബോണ്ടിങ്ങിലോട്ട് തിരിച്ചു പോവില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരും കരഞ്ഞുകൊണ്ടായിരിക്കും ഈ ഒരു മൂവി കണ്ട് ഇറങ്ങിയിട്ടുണ്ടാവുക. എന്തൊക്കെ പറഞ്ഞാലും ആ മൂവി കണ്ടിറങ്ങി തിരിച്ചു പോകുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു മ്യൂസിക് പോകുന്നുണ്ടായിരിക്കും.